ഹരിയെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം. എൻ്റെ സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റ്, ഇപ്പൊ കൊളീഗ്. ഒരു നിർഗുണൻ, കള്ളില്ല, പെണ്ണില്ല, ജീവിതം ആസ്വദിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു വിട്ടി, ഒരു പാവത്താനാണ്. എങ്കിലും പുല്ലന്റെ ഉപദേശം സഹിക്കാൻ പറ്റില്ല. അനാവശ്യമായിട്ട് ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നത്. എന്തായാലും എനിക്ക് അവനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. വെള്ളമാടി സെറ്റപ്പിൽ മാത്രം അണ്ണ ഇടപെടാറ്. ആ ഒരൊറ്റ ദുശീലമാണ്. ഞാനും അവനൊരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ എന്ത് തെറ്റാടാ പുല്ലേ ഞാൻ ചെയ്തേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. യെസ്, വരൂ. ഡോക്ടർ, എൻ്റെ റിസൾട്ട്സ് എല്ലാം വന്നോ? യെസ്, വന്നു. ഹരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും എന്തും സഹിക്കാനുള്ള ശേഷിയുമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. It's a bit critical. It's confirmed. It's lung cancer. അതും ഫൈനൽ സ്റ്റേജ്. സോ വൈ മീ ഡോക്ടർ? ഞാൻ ഒരു രീതിയിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല ഇതുവരെ. നോ ലിക്കർ, നോ ഗേൾസ്, നോ സ്മോക്കിംഗ് ഡോക്ടർ. ഈവൻ എന്റെ ആഹാരം പോലും വളരെ ചിട്ടയായിട്ട് ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഇതെനിക്ക് എങ്ങനെ സംഭവിച്ചു ഡോക്ടർ? Why then, doctor? Why? You might not be exposed to any harm by yourself, but maybe unintentionally, probably something like passive smoking. I strongly doubt. സ്വാർത്ഥതയുടെ മൂർത്തിമത് ഭാവങ്ങൾക്കെതിരെ ഈ ജയം ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സഹജീവികളുടെ ജീവിതത്തിന്, അവരുടെ സ്വപ്നങ്ങൾക്ക് വില കൽപ്പിക്കാത്ത മനുഷ്യത്വ രാഹിത്യത്തിനെതിരെ എന്റെ ജീവനും അവന്റെ രക്തവും കൊണ്ടെഴുതുന്ന സ്റ്റേറ്റ്മെന്റ്.
പ്രൊഡ്യൂസർക്ക് എല്ലായിട്ട് വരും. മൂന്നാം തവണ എടുക്കുമ്പോൾ പിന്നെയും മാത്രം. ഇതൊക്കെ ടൈറ്റിൽ അവസാനം കൊടുക്കാം. ഇതൊക്കെ വർക്കിംഗ് സ്റ്റീൽസ് അവർ അണ്ണ അവിടെ വിളിച്ചെന്ന് എടുക്കുന്നുണ്ട്. എന്നുള്ള കാച്ചു ആക്ഷൻ കൊടുക്കുന്ന അതായത് ഈ ഷോട്ടെ എന്നാ കട്ടി പിടിക്കണ്ട. എന്നാ ഒരെണ്ണം അടിച്ചിട്ട് പോ. അന്ന് ദൂരെ പോലെ മൂന്നെണ്ണം എനിക്ക് ഇരിക്കണം. അടുപ്പിച്ച് മൂന്നെണ്ണം ഉണ്ട് അവിടെ നിൽക്കാൻ. മൂന്നെണ്ണം ഇടിക്കും അടുപ്പിച്ച്. മൂന്നെണ്ണം കഴിഞ്ഞ് പോയാൽ You are not exposed to any harm you are. അയ്യന്റെ അമ്മ ഇല്ല. ലാസ്റ്റ് പാക്കപ്പ് പറഞ്ഞിട്ട് പോയാ മതി. പിന്നെ